കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഋഷഭ് പന്തിന് കഷ്ടകാലമാണെന്ന് പറഞ്ഞ് അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു ആക്സിഡന്റിന് ശേഷം ഒരു പഴയ പന്തിനെ നമ്മൾ കണ്ടിട്ടില്ല. അത് പോട്ടെ. ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായതിനു ശേഷം പുള്ളി എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് ഒരുത്തനും വെറുതെ ഇരിക്കേണ്ട, എല്ലാ എണ്ണവും പോയി ഡൊമസ്റ്റിക് ടൂർണമെന്റ് കളിക്കാനാണ്. അങ്ങനെ ഇഷാന്ത് കിഷൻ പോയി ബുച്ചി ബാബു ടൂർണമെന്റിൽ സെഞ്ചുറിയും കാര്യങ്ങളൊക്കെ അടിച്ച് അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ദുലി ട്രോഫി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ കളിക്കാൻ താരങ്ങളെല്ലാം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി താഴ്ന്ന നിലവാരത്തിലുള്ള ഡൽഹി പ്രീമിയർ ലീഗ് കളിക്കുന്നതിന് വേണ്ടി ഋഷഭ് പന്ത് സന്നദ്ധത കാണിച്ചത് വളരെ വ്യാപകമായിട്ട് പ്രശംസ പുള്ളിക്ക് നേടിക്കൊടുത്തു. മറ്റേ നമ്മുടെ ഈ പാവാട്ട ടീംസ് പറയുന്ന പോലെ ചേച്ചിപ്പെണ്ണെ നിനക്ക് ആദരവാൽ ആദരവ് ലൈൻ, ആ ഒരു സംഭവത്തിൽ പന്തിന് വളരെ വലിയ അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഡൽഹി പ്രീമിയർ ലീഗ് കളിക്കാൻ തയ്യാറായപ്പം. പുരാന ഡൽഹി ടീമിന് വേണ്ടിയിട്ടാണ് പന്ത് കളിക്കാൻ തയ്യാറെടുത്തത്. പക്ഷേ പന്തിൻ്റെ ഡൽഹി പ്രീമിയർ ലീഗിലെ പ്രകടനം വളരെ മോശമായിരുന്നു. ഡൽഹി സൗത്ത് സൂപ്പർ സ്റ്റാർസിനെതിരെ നടന്ന മത്സരത്തിൽ 32 പന്തിൽ നിന്ന് 35 റൺസ് മാത്രമേ പന്തിനെടുക്കാൻ കഴിഞ്ഞുള്ളൂ. അതായത് സ്വന്തം ലോക്കൽ ഗ്രൗണ്ടിൽ പോലും വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കാൻ പന്തിന് കഴിയാത്തതിൻ്റെ പേരിൽ വളരെ വലുതായിട്ട് സോഷ്യൽ മീഡിയ ഇന്നലെ മുഴുവൻ പന്തിനെ ട്രോളി മെഴുകിയായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതല്ലടേ, ഇന്നലെ പന്ത് ബോൾ ചെയ്യാനും കൂടെ തയ്യാറായിരുന്നു. ഇപ്പം സൗത്ത് ഡൽഹി സൂപ്പർ സ്റ്റാർസിന് ജയിക്കാൻ ഒരു പന്തിൽ ഒരു റൺസ് വേണ്ട, ഒരു പന്തിൽ ഒരു റണ്ണല്ല, ഒരു റൺസ് കൂടി മാത്രം മതിയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പന്തെറിയാൻ വന്ന് ആദ്യത്തെ പന്തിൽ തന്നെ റൺസ് കൺസീഡ് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്തു. അതൊരു ഫണ്ണി മൊമെൻ്റ് ആയിട്ട് എടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തോൽവി ഉറപ്പിച്ച സാഹചര്യത്തിൽ വെറുതെ വന്ന് പന്ത് എറിഞ്ഞു നോക്കി എന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ പേരിലും പന്തിനെ വലുതായിട്ട് ട്രോളുന്നുണ്ട്. കാരണം ഈ ഗൗതം ഗംഭീർ കോച്ചായതോട് കൂടിയിട്ട് ടീമിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ ഇനി പന്തിന് ബോളിങ് നോക്കാതെ വേറെ വഴിയില്ല. കാരണം ഒരു വശത്ത് ഇഷാന്ത് കിഷൻ സെഞ്ചുറി അടിച്ച് നിൽക്കുന്നുണ്ട്, സഞ്ജു സാംസൺ അവസരം കിട്ടിയാൽ പ്രൂവ് ചെയ്യാം എന്നുള്ള മൈൻഡിൽ നിൽക്കുന്നുണ്ട്. ഈ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സ്ലോട്ടിലേക്ക് താരങ്ങൾ ഇടിക്കുന്ന സാഹചര്യത്തിൽ പന്തിന് വീണ്ടും വീണ്ടും അവസരങ്ങൾ കിട്ടുന്നതിനെതിരെ വളരെ വലിയ വിമർശനമാണ്. അതിൻ്റെ കൂടെ ഈ ഒരു ഡൽഹി പ്രീമിയർ ലീഗിലെ പുരാന ഡൽഹിക്ക് വേണ്ടിയിട്ടുള്ള നിറമങ്ങിയ പ്രകടനവും പന്തിന് നേടിക്കൊടുക്കാൻ പോകുന്ന ഹെയ്റ്റും വെറുപ്പും ട്രോളും ഒന്നും ചെറുതായിരിക്കത്തില്ല.